ഇല്ലുമിനാറ്റി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ആവേശമെന്ന മലയാള സിനിമയിലൂടെ ഇല്ലുമിനാറ്റി എന്ന പദം കേൾക്കാത്ത മലയാളികളുടെ എണ്ണം വളരെ ചുരുക്കം മാത്രമായിരിക്കും. എന്താണ് ഈ ഇല്ലുമിനാറ്റി എന്നാൽ? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ ഇല്ലുമിനാറ്റി എന്താണെന്ന് അറിയുന്നതിനു വേണ്ടി നിങ്ങൾ ഗൂഗിളിലോ മറ്റോ തിരഞ്ഞാലാണ് ഈ ചെറിയ വാക്കിന്റെ വലിയ അർത്ഥം അറിയാൻ സാധിക്കുക. ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു അമ്പരപ്പോടെയല്ലാതെ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ സാധിക്കില്ല. കാലങ്ങളായി പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ഇല്ലുമിനാറ്റി. ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയായാണ് ഇല്ലുമിനാറ്റിയെ കണക്കാക്കുന്നത്. ഒരേ സമയം സാങ്കല്പികവും യാഥാർത്ഥ്യവുമായ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകൂടിയാണ് ഇല്ലുമിനാറ്റി. രഹസ്യവും നിഗൂഢതയും നിറഞ്ഞ ഈ കൂട്ടായ്മ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നതായി പറയപ്പെടുന്നു. ചരിത്രത്തിലെ പ്രസിദ്ധമായ പല വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും സംഭവങ്ങൾക്കും പിന്നിൽ ഈ കൂട്ടായ്മയുടെ കറുത്ത കൈകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് ഈ സംഘടന ആരംഭിച്ചത്. അന്നതൊരു രഹസ്യാന്വേഷണ സംഘടനയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇല്ലുമിനാറ്റിയും ഉത്തരവാദിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നും ഇല്ലുമിനാറ്റി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ ലോകത്തുണ്ട്. ലോകത്ത് എന്തു വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനു പിന്നിൽ ഇല്ലുമിനാറ്റിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇല്ലുമിനാറ്റി എന്ന പേര് നിഗൂഢമായ സംഘടനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇതുവരെ ആർക്കും അതിന്റെ നിഗൂഢത വെളിപ്പെടുത്താനുമായിട്ടില്ല. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ടതും പരിചയപ്പെടുത്തേണ്ടതുമായ പേരെന്ന് പറയുന്നത് ആദം വെയ്ഷാപ്പിന്റേതാണ്. അദ്ദേഹത്തെ അറിയാതെ ഇല്ലുമിനാറ്റിയെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. കാരണം ഇല്ലുമിനാറ്റി എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1776 ഇൻഗോൾസ്റ്റാഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആദം വെയ്ഷോപ്പാറ്റാണ് ഇതിനടിത്തറയിട്ടത് എന്ന് പറയപ്പെടുന്നു. മധ്യ യൂറോപ്പിലെ ബവേറിയയിലെ ഒരു നഗരത്തിലാണ് ആദം വെയ്ഷോപ്പാറ്റ് ജനിക്കുന്നത്. ജന്മം കൊണ്ട് യഹൂദനായ അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായി മാറുന്നു. കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് മതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. വളർന്നപ്പോൾ അദ്ദേഹം ഏംഗൽസ്റ്റാഡ് സർവകലാശാലയിൽ മതനിയമങ്ങളുടെ പ്രൊഫസറായി മാറുന്നു. എന്നിരുന്നാലും കുറച്ചു കാലത്തിനു ശേഷം യൂറോപ്പ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മതനിയമങ്ങളിലും ആചാരങ്ങളിലും മാറ്റം വരണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിനായി ശബ്ദമുയർത്തി. എന്നാൽ ആരും തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. തനിക്കനുസൃതമായി കാര്യങ്ങൾ മാറാതെ വന്നപ്പോൾ മതത്തിന്റെ കെട്ടുപാടുകളില്ലാതെ ലോകത്ത് സമത്വം വളർത്തിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇല്ലുമിനാറ്റിയുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. തുടക്കത്തിൽ ഇല്ലുമിനാറ്റിയുടെ പേര് ഓർഡർ ഓഫ് ഇല്ലുമിനാറ്റി എന്നായിരുന്നു. അക്കാലത്ത് ക്രിസ്തുമത സഭകളുടെ മൗലികവാദം സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. ഈ മതമൗലികവാദത്തിൽ നിന്ന് മോചനം നേടാൻ പ്രൊഫസർ വെയ്ഷോപ്പാറ്റ് ഇല്ലുമിനാറ്റി എന്ന സംഘടന ആരംഭിക്കുകയായിരുന്നു. മതമൗലികവാദത്തിന്റെയും മതത്തിന്റെയും മതിലുകളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇല്ലുമിനാറ്റിയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളുകളെ ആവശ്യമാണെന്ന് ആദത്തിന് മനസ്സിലാവുന്നു. അത്തരക്കാരെ തേടി അദ്ദേഹം വർഷങ്ങളോളം ചെലവഴിച്ചു. പിന്നീട് 1776 മെയ് 1 ഈ സംഘടന സ്ഥാപിക്കാൻ കഴിയുന്ന 4 യുവാക്കളെ ആദം തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ മെയ് 1 രാത്രി 8 മണിക്ക് ഇല്ലുമിനാറ്റി എന്ന സംഘടന ഈ 4 യുവാക്കളും ആദവും ചേർന്ന് രൂപീകരിക്കപ്പെടുന്നു. തങ്ങളുടെ സംഘടനയെക്കുറിച്ച് ലോകത്ത് ആരെയും അറിയിക്കില്ലെന്നും തങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഈ 5 പേരും അവിടെ പ്രതിജ്ഞയെടുത്തു. ഭാവിയിൽ ഈ സംഘടനയിൽ ചേരുന്ന ആളുകൾക്ക് 30 വയസ്സ് കവിയരുതെന്നും പറയുന്നു. അതിനുശേഷമാണ് സംഘടനയുടെ പേര് ഇല്ലുമിനാറ്റി എന്ന് ഇടാൻ തീരുമാനിക്കുന്നത്. ക്രമേണ ഇല്ലുമിനാറ്റിയുടെ വ്യാപ്തി വർദ്ധിച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ഈ സംഘടനയിൽ ചേരാൻ തുടങ്ങി. വെയ്ഷോപ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന പല രഹസ്യ യോഗങ്ങളും ചേരുന്നു. അതിൽ സമൂഹവും സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. എന്നാൽ ഈ രഹസ്യ സംഘടനയെക്കുറിച്ച് പ്രാദേശിക ഭരണകൂടം അറിയുന്നു. ഈ സംഘടനയെക്കുറിച്ച് അറിഞ്ഞയുടൻ പ്രാദേശിക ഭരണകൂടം ഇല്ലുമിനാറ്റിയെ ഇല്ലാതാക്കാമെന്ന ലക്ഷ്യത്തോടെ നിരോധിക്കാൻ തീരുമാനിക്കുന്നു. പ്രൊഫസർ വെയ്ഷോപ്പിനെ ജയിലിലേക്കിടുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും പലരും വിശ്വസിക്കുന്നത് ഇല്ലുമിനാറ്റി എന്ന സംഘടന ഇപ്പോഴും സജീവമാണെന്നും ലോകത്തെന്ത് വലിയ കാര്യം സംഭവിച്ചാലും അതിനു പിന്നിൽ ഇല്ലുമിനാറ്റി സംഘടനയ്ക്ക് പങ്കുണ്ടെന്നുമാണ്. 1963 അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഈ സംഘടനയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം 1963 നവംബർ 22 നടന്ന ഈ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വർഷങ്ങളായി രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. കെന്നഡിയുടെ കൊലപാതകത്തിന് തൊട്ടു മുൻപ് സംശയാസ്പദമായ ഒരു സ്ത്രീ ചാര ക്യാമറയോട് സാമ്യമുള്ള പിസ്റ്റൾ കൈവശം വെച്ചിരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതക ശേഷം ഈ യുവതി വന്ന പോലെ തന്നെ അപ്രത്യക്ഷയായി. ആ സ്ത്രീ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇല്ലുമിനാറ്റി ഗ്രൂപ്പാണ് ഇതിന് കാരണമെന്നും ആ സ്ത്രീക്ക് ഇല്ലുമിനാറ്റിയും ബന്ധമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു, പ്രത്യേകിച്ചും ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ. ബിൽ ഗേറ്റ്സ്, ഓഫ്ര വിൻഫ്രെ എന്നിവരെ പോലുള്ളവർ ഇല്ലുമിനാറ്റി പോലെയുള്ള രഹസ്യാന്വേഷണ സംഘടനകളിലെ അംഗങ്ങളാണെന്ന് ചില സോഷ്യൽ മീഡിയ വക്താക്കൾ പറയാറുണ്ട്.
എന്നിരുന്നാലും ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇന്നും ഇലുമിനാറ്റിയുടെ നിഗൂഢത ചുരുളഴിക്കാൻ പറ്റാതെ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇലുമിനാറ്റി എന്ന പേരിൽ ഒരു സംഘടന നിലനിന്നിരുന്നു എന്നത് ചരിത്രം തന്നെയാണ്.